സ്വാമിജി, അവർ തമ്മിൽ അകലരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനി ഒരു വഴിയും ഞാൻ കാണുന്നില്ല മഹേശ്വര. അങ്ങനെ പറയരുത് സ്വാമിജി. സ്വാമിജി തന്നെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കുടുംബം ശിഥിലമായി പോകും. വിധി അതാണെങ്കിൽ നമുക്ക് തടയാൻ കഴിയുമോ മഹേശ്വര? ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്കാ സ്വാമിജി അതിന് കഴിയാ? നീലിന്, ആ കുട്ടിയുടെ ഭർത്താവിന്. അയാൾക്ക് മാത്രമേ സ്വാതിയെ തടയാൻ സാധിക്കൂ. അയാളത് ചെയ്തില്ലെങ്കിൽ സ്വാതി ആ വീട് വിട്ടു പോകും. അതു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നീൽ മഹേഷിന്റെ തകർച്ചയായിരിക്കും. അതോർമ്മ വേണം. നീലേ, സ്വാതിയോട് നീ കാണിക്കുന്ന നെറുകേടാ. അവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കാ നീ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ആ സിദ്ധം വിളിച്ചിരുന്നു. സ്വാതി വളരെ സങ്കടപ്പെട്ട അവിടുന്ന് പോന്നേന്ന്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. സ്വാതി ഈ വീട്ടിൽ നിന്ന് പോണോ വേണ്ടയോ, അതിനാണ് ഉത്തരം വേണ്ടത്. അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് ആര് പറഞ്ഞു അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന്? അവളിവിടെ താമസോട്ടെ. പക്ഷേ അതിനി നീൽ മഹേഷിന്റെ ഭാര്യയായിട്ടായിരിക്കില്ല. പിന്നെ അവൾ ആരായിട്ട് ഇവിടെ ജീവിക്കണം? അടുക്കളക്കാരിയായിട്ടോ, അതോ ഇവിടെ ഉള്ളവരുടെ മുഴുവൻ അടിമയായിട്ടോ? നീലേ, അതിര് കവിഞ്ഞുള്ള പെരുമാറ്റം നിന്നെ അന്ധനാക്കി കളഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നീ ഓർത്തോ, ഇന്ന് നിനക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം സ്വാതിയാ. സിദ്ധം പറഞ്ഞു അത് തന്നെ. സിദ്ധൻ എന്ത് പറഞ്ഞു? മോനെ, നിനക്കിപ്പോ കലിദോഷമാണ്. ഇതിനപ്പുറവും നിന്റെ മനസ്സിൽ തോന്നും. ഈ സമയത്ത് സ്വാതി നിന്റെ കൂടെ വേണം. അവൾക്കൊപ്പം ജീവിച്ചാൽ മാത്രമേ നിനക്ക് നന്മയുണ്ടാവൂ. ഓഹോ, അത് ശരി. അപ്പോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയ സമയം കൊണ്ട് ഇത്രയൊക്കെ സിദ്ധനെ കൊണ്ട് പറയിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞോ? ഇതും അവളുടെ ഒരു നാടകം. സിദ്ധനും അവളും ചേർന്നുള്ള നാടകം. അത് പാവം അച്ഛനങ്ങ് വിശ്വസിച്ചു. ഇങ്ങനെ പറയാൻ ആ സിദ്ധൻ എത്ര കാശ് കൊടുത്തു എന്ന് അച്ഛൻ സിദ്ധനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ദക്ഷിണ കൂടുതൽ കിട്ടിയ എന്ത് നെറുകേടും പറയുന്ന പുരോഹിത വർഗമാ ഈ നാടിന്റെ ശാപം. നിർത്തടാ. പോത്തുപോലെ വളർന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഒരൊറ്റ കീറി വെച്ചെന്നുണ്ടല്ലോ. നീ എന്താടാ കരുതിയത്? ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ഇരിക്കുന്നവരെല്ലാം വെറും ദക്ഷിണ വാങ്ങിക്കാതിരിക്കുന്നവരാണോ? അച്ഛനിപ്പോ എന്താ വേണ്ടത്? സ്വാതിയെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടരുത്, അത്രയല്ലേ വേണ്ടു? ശരി, ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല. പക്ഷേ ഞാൻ അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുമില്ല. പിന്നെ അവൾ ഇവിടുന്ന് സ്വയം ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ച ഞാൻ ഒട്ടും തടയേയില്ല. അത് അവളുടെ ഇഷ്ടം മാത്രമായിരിക്കും. അതിന് ഉത്തരവാദി ഈ ഞാനല്ല. അവൾ ഇതുവരെ നിനക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മയെല്ലാം നീ ഒറ്റയടിക്ക് അങ്ങ് മറന്നുപോയോ? ഇത്രയ്ക്ക് ദുഷ്ടനാണോ എന്റെ മകൻ നീൽ മഹേഷ്? ഞാൻ ആരോടും ദുഷ്ടതരം കാണിക്കുന്നില്ല. എന്നോടും ആരും അത് കാണിക്കരുത്. എന്റെ ആഗ്രഹങ്ങളെല്ലാം മരിച്ചുപോയി. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എല്ലാരും ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ. അച്ഛൻ തന്നെ പറയ, ഇത്രയും ജീവിതം അനുഭവിച്ച ആളല്ലേ. നീ ജീവിതത്തെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. സ്വാതിയോട് ഇത്രയ്ക്ക് മനസാക്ഷി കാണിക്കാത്ത നീ നാളെ എന്നോട് ഇങ്ങനെ പെരുമാറില്ലെന്നെന്താ ഉറപ്പ്? നീ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ ബലൂൺ പേടകത്തിനകത്തല്ല, ഇങ്ങ് താഴെ ഈ ഭൂമിയിലാ മനുഷ്യൻ ജീവിക്കേണ്ടത്. മനസ്സിലായോ? എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. എന്ത് കാരണം കൊണ്ടായാലും, ആരുടെ കുറ്റം കൊണ്ടാണെങ്കിലും സ്വാതി ഈ വീട് വിട്ടു പോകരുത്. പോയാൽ അത് നിന്റെ നാശത്തിനായിരിക്കും. അങ്ങനെ ഭാണ്ഡം മുറുക്കി ഇപ്പൊ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് അവസാനത്തെ പ്രാർത്ഥനയ്ക്ക, അല്ലേ അമ്മായി? ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. പക്ഷേ ഇത്രയും വേഗം ഇറങ്ങിപ്പോകാൻ അവള് സ്വയം തീരുമാനിക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. സ്വാതി ഇവിടെ നിന്ന് ഓടിച്ചിട്ട് വേണം ആ നന്ദിനിക്കുള്ള പണി കൊടുക്കാൻ.
എന്റെ കൂടെ നിന്നിട്ട് ഒരു ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി അവളുടെ കൂടെ ചേർന്നവളാ നന്ദിനി. അതിന്റെ ആവശ്യം വരില്ല ഗൗരി. സ്വാതി പോകുന്നതോടെ അവള് പത്തി മടക്കി മാളത്തീ കയറി ഒളിച്ചോളും. എനിക്ക് ഈ നീലിന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്ത് സംശയം? നീല സ്വാതിയെ തിരിച്ചു വിളിക്കുമെന്നാണോ? അതെ, ആ നീലേ ഒരു പെൺകോന്തന. അവൾക്ക് വേണ്ടി എന്തു ചെയ്യാനും പറയാനും ഇത്രയും നാള് നീലിന് ഒരു മടിയില്ലായിരുന്നു. സ്വാതിയോടുള്ള ഇപ്പോഴത്തെ വിരോധം അവൾ ഈ പടി കടക്കുന്നത് വരെ നീലിന്റെ മനസ്സിലുണ്ടായാ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. നീലിനെ അങ്ങനെ സംശയിക്കണ്ട ഗൗരി. നീ വിചാരിക്കുന്ന പോലെ നീൽ അത്ര പെങ്കോന്തനൊന്നുമല്ല. നല്ല ഉറച്ച മനസ്സാ നീലിന്റേത്. അതുപോലെ തന്നെയാ നീലിന്റെ ഓരോ തീരുമാനങ്ങളും. എന്നിട്ടെന്താ നിന്നോടവൻ പറഞ്ഞ വാക്ക് പാലിക്കാഞ്ഞത്? പകരക്കാരിയായിട്ട് ഒരു കൊല്ലത്തേക്ക് ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് ആ സമയം കഴിഞ്ഞിട്ടും നിന്നെ തിരികെ വിളിക്കാതിരുന്നത് ശരിയാണോ? ആ ചതി തിരിച്ചറിഞ്ഞിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറിയത്, ഗിരിയുടെ ഭാര്യയായിട്ട്. പക്ഷേ എന്നിട്ട് ഞാൻ നീലിന് വേണ്ടി മാത്രമായി ഇവിടെ ജീവിച്ചത്. ഒടുവിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയി. അതെ വേദമോളെ, സത്യത്തിൽ നീ മനഃപൂർവ്വം അവരെ കൊന്നതാണോ? ഒരിക്കലുമല്ല. അതെനിക്ക് പറ്റിയൊരു അബദ്ധം തന്നെയായിരുന്നു. എന്തബദ്ധം? അതൊന്നും ഞാനിനി ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ ഗൗരി. ദയവേത് അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. മക്കളെ, അവള് വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയൊന്ന് പോയി നോക്കിട്ട് വാ. നോക്കാം. ഇനി ഏത് നിമിഷവും ഞാൻ കാത്തിരുന്നത് സംഭവിക്കും. സ്വാതി പുറത്തേക്ക് പോകുന്നത് നമുക്കൊന്ന് ആഘോഷിക്കണം വേദേ. പാടില്ല. സന്തോഷം നമ്മുടെ ഉള്ളിൽ മാത്രം. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നിശബ്ദരായിരിക്കണം. ഇല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യം ചിലപ്പോ നടന്നില്ലാന്ന് വരും. മക്കളെ, എടി മക്കളെ, ദേ അവള് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. നമുക്കേ അവളെ പോയെന്ന് കണ്ട് എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചാലോ? ഏയ്, അത് വേണ്ടമ്മായി. ഈ നിമിഷം മുതൽ സ്വാതിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കൊന്നേ ചെയ്യാനുള്ളൂ. സ്വാതിക്കൊരു നല്ല യാത്രാമംഗളം നേരാം. മോളെ, നിന്റെ തീരുമാനത്തില് നീ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? അതെ അച്ഛാ. മോളെ, കുറച്ചു കാലമെങ്കിലും നീ താമസിച്ച വീടാ, നിന്റെ വീട് തന്നെ ഇത്. എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കണമെന്നേ അച്ഛന് പറയാനുള്ളൂ. ഈ വീടിന്റെ അടിത്തറയിളകാൻ പോകുന്നത്. നീ പോകുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലായിരിക്കും. പക്ഷെ ഞാൻ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുമല്ലോ അച്ഛാ. അതല്ലേ ഇപ്പൊ ഈ വീടിന് ആവശ്യം. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത ഞാൻ എന്തിന് ഏട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ ഇവിടെ നിൽക്കണം? സ്വന്തം പരിമിതികൾ സ്വയം അറിയുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാ ഞാൻ പോകാൻ തീരുമാനിച്ചത്. നീ നീലിനോട് സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം.
നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി വെച്ച ഒരു ചെറിയ പ്രശ്നമാണ് ഇപ്പോൾ വളർന്ന് പരിഹരിക്കാൻ പറ്റാതെ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ പേരിലാണ് നീ ഇപ്പോൾ ഈ വീട് വിട്ട് പോകാൻ പോകുന്നത്. ഒരു ചെറിയ കള്ളം മതി ജീവിതം മാറ്റിമറിക്കാൻ, എല്ലാം നഷ്ടപ്പെടുത്താൻ. അതിപ്പോൾ നിനക്ക് മനസ്സിലായി കാണും. എന്തായാലും എൻ്റെ സമ്മതത്തോടെ നീ ഇവിടുന്ന് പോവില്ല. ഏട്ടത്തി പോയാ ഞാനവിടെ ഒറ്റയ്ക്കാകും. അവളുമാരെന്നെ എണ്ണയിലിട്ട് പൊരിക്കും. നന്ദിനി, പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കണം. അപ്പൊ മനസ്സിന് കൂടുതൽ ശക്തി കിട്ടും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഏട്ടത്തെ പോലെ ധൈര്യവും ശക്തിയൊന്നും എനിക്കില്ല. അതൊക്കെ താനേ വന്നു ചേരും. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവളാ ഈ സ്വാതി. അപ്പൊ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ. മനസ്സുകൊണ്ട് ഞാനിതിനെപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. നീ പോയൊരു ചായ ഉണ്ടാക്ക. അപ്പോഴേക്കും ഞാൻ ഏട്ടനെ പോയെന്ന് കണ്ടിട്ട് വരാം. യാത്ര പറയാതെ പോവാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ താഴെ എത്തുമ്പോഴേക്കും നീ ചായയും കൊണ്ട് വന്നാൽ മതി. ഇനി എന്നാ നിന്റെ കയ്യിൽ നിന്നൊരു ചായ വാങ്ങിച്ചു കുടിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ലല്ലോ. കരയാതടി, ചിരിച്ചുകൊണ്ട് വേണം യാത്രയൊക്കെ. ഞങ്ങളെ വിട്ട് പോയല്ലേ ഏട്ടത്തി. ഏട്ടത്തി പോയാ പിന്നെ എനിക്കിവിടെ ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? നിനക്ക് എല്ലാവരും ഉണ്ട്. ആരുമില്ലാത്തത് എനിക്ക് മാത്രം. നീ വേഗം ചായ എടുക്ക. പിന്നെ മധുരം കുറച്ച് കൂടുതൽ ഇട്ടേക്കണേ. അവസാനത്തെ ചായയല്ല, മധുരം ഒട്ടും കുറയ്ക്കണ്ട. കരയാതടി. ചെല്ല ചെല്ലടി. ചെയ്തു തീർക്കാൻ ഇവിടെ ഇനി ഒന്നുമില്ല. ഒടുവിലത്തെ യാത്ര പറച്ചിൽ മാത്രം. ഈശ്വര, അതിനുള്ള ശക്തി തരണേ. ഏട്ടാ, ഏട്ടാ ഒന്ന് നിൽക്കണേ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഞാനിനി എന്ത് വേണം? അത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? പോവാൻ തീരുമാനിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് വേണം ചോദിച്ചാൽ അതിലെന്തർത്ഥമുള്ളത്? ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒപ്പിട്ടിട്ട് ഇറങ്ങാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. ഏട്ടൻ എന്താ ഒന്നും പറയാത്തത്? ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഒരു യാത്ര പറച്ചിലിന്റെ ആവശ്യമില്ല. ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചവർക്ക് പോവാം. ദാമ്പത്യ ജീവിതത്തിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നു നോക്കിയാലും കഴിഞ്ഞുപോയ നമ്മുടെ നാളുകൾക്ക് മറ്റെന്തിനേക്കാളും തൂക്കം ഉണ്ടാവും, മേന്മയുണ്ടാവും. ഒന്നും കൊണ്ടുപോകുന്നില്ല. എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവോ? ഈ വീടിനെ കുറിച്ചും ഏട്ടനെ കുറിച്ചും തളർത്തി നിൽക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എന്റെ മനസ്സിൽ. എനിക്കത് മാത്രം മതി. ഏട്ടൻ എനിക്കായി വാങ്ങിത്തന്നതെല്ലാം ഞാൻ അലമാരയിൽ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവളായിരുന്നു, ആരുമില്ലാത്തവളായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാ ആരെല്ലാമോ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. അതെന്നും മനസ്സിലുണ്ടാവും.
ഇറങ്ങുന്നു. ഇനി യാത്രയില്ല. ഈ താലി, ഇത് മാത്രം ഞാൻ തിരിച്ചു തരില്ല. ഒരവകാശവാദത്തിനും ഒന്നിനും വേണ്ടിയല്ല. നഷ്ടപരിഹാരം ചോദിക്കാനും ഞാനില്ല. ഒരു ധൈര്യത്തിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോ, രാത്രിയിൽ ഇരുട്ടിനെ ഭയം തോന്നുമ്പോ, പകലുകളിൽ ചുറ്റുമുള്ള ഒരുപാട് കഴുകൻ കണ്ണുകളിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വരുമ്പോ, ഒരാശ്വാസത്തിന്, ഒരു ബലത്തിന് ഈ താലി എനിക്ക് വേണം. എല്ലാത്തിനും നന്ദിയുണ്ട്. ഏട്ടൻ എന്നെ എത്ര വെറുത്താലും ഏട്ടനെ ഒരു തരിമ്പ് പോലും വെറുക്കാനോ ഏട്ടന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും ചെയ്യാനോ ഈ സ്വാതിക്ക് പറ്റില്ല. എനിക്ക് പ്രാണന, എന്റെ ദൈവോ. നിന്റെ തോൽവി പൂർണ്ണമായി അല്ലേ സ്വാതി? ഹോ, ഈ കണ്ണീരിലും നിനക്കിങ്ങനെ ചിരിക്കാൻ കഴിയുന്ന നിന്റെ ധൈര്യത്തെ ഹോ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി ഈ മുറിയിൽ ഒരിക്കലും നിനക്ക് പ്രവേശനമില്ല. ഈ മുറിയിലേക്ക് മാത്രമല്ല, നീലിന്റെ മനസ്സിലേക്കും. എന്റെ തോൽവി നിന്റെ ജയമായിട്ട് നീ കരുതണ്ട. കാരണം എന്റെ തോൽവിയിൽ എന്റെ മറുപുറത്തും ഞാൻ മാത്രമാണ്. അവിടെ ശത്രുവായി നീയില്ല. നീ എന്ന എന്റെ ശത്രു അതിനൊക്കെ എത്രയോ താഴെയാണ്. നീ ഭയങ്കര ഫിലോസഫിക്കലായിട്ടാ ഇപ്പൊ സംസാരിക്കുന്നത്. തോറ്റു കളി മതിയാക്കി പിരിഞ്ഞു പോകുമ്പോ ആർക്കും പറയാനുള്ളത് ഈ ഫിലോസഫി തന്നെ ആയിരിക്കും. വേദേ, ഞാൻ എന്ന ശത്രുവിനെ നിലംപരിശാക്കി നീ നിന്റെ ലക്ഷ്യം സാധിച്ചെടുത്തുവെന്ന് നിനക്കൊരു ധാരണയുണ്ട്. ഞാൻ ഒരിക്കലും തോറ്റു മടങ്ങുകയല്ല. ഏട്ടന്റെ സന്തോഷത്തിന് വേണ്ടി പിന്മാറുക. അത് തന്നെയാടി എന്റെ വിജയം. നീലിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ ഇറക്കി വിടുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അത് ഞാൻ നേടി. ഇത് നിന്റെ പരാജയമോ പിന്മാറ്റമോ എന്തായാലും എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നത് തന്നെയാ എന്റെ ആനന്ദം. ഈ വീട്ടിൽ നിന്റെ സർവാധികാരം അവസാനിച്ചു. അത് ഏട്ടന്റെ ജീവിതത്തിലേക്ക് നിനക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണെന്ന് നീ കരുതരുത്. നീ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ഞാനല്ലേ ഉള്ളത്. അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. വേദേ, നിനക്ക് ജീവിതം എന്താണെന്ന് ഇതുവരെ അറിയില്ല. ചുറ്റും കാണുന്ന കാഴ്ചകളെല്ലാം സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നു. പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നേർക്കാഴ്ചകളിൽ നമ്മൾ കണ്ടത് പലതും സത്യമായിരിക്കില്ല. ഇവിടത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് നീയായിട്ട് പടർത്തിയ കുറച്ച് വിഷമുണ്ട്. അതൊക്കെ നിനക്ക് തന്നെ വിനയായി മാറുന്ന ഒരു ദിവസം വരും.
ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നതോടെ തീർന്നുവെല്ലാം. സ്വാതി എന്ന ആൽമരം ഇതോടെ കടപുഴകി വീണു. ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നീ ഇതുവരെയും പഠിച്ചിട്ടില്ല വേദ. സ്നേഹബന്ധങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും എന്നെ തോൽപ്പിക്കാനാവില്ല. എന്റെ മേൽ നീ നേടിയെന്ന് അല്പം മുൻപ് നീ പറഞ്ഞതൊന്നും ജയമല്ല വേദ. നിന്റെ ജീവിതം പരാജയമാവുന്ന ഒരു ദിവസം നീ നരകിക്കും. അന്ന് നിന്റെ മനസ്സ് ശാന്തമാക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിക്കാം.